നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നവർക്കെതിരെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു തുടർച്ചയായിട്ടൊരു 3-4 പാർട്ടായിട്ട് ആ വീഡിയോ ഉണ്ടാകുമെന്നും. എന്തായാലും ഇന്നലെ ഞാൻ ആ ചെയ്ത വീഡിയോ പലരും ഏറ്റെടുത്തു. അതിൽ ചിലർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. സഖാവിന്റെ വാക്കുകൾ കുറച്ച് മിതമാക്കണമെന്ന്. കാരണം ഒരു സത്യം ഞാൻ തുറന്നു പറയാം, ഇവനെയൊക്കെ കൈ കിട്ടിയ തല്ലി കയ്യും കാലും ഒടിക്കേണ്ട പ്രവൃത്തികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അടങ്ങുന്ന മുസ്ലിം സമുദായത്തെ സംഘപരിവാറിന് വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ വെച്ചോണ്ടിരുന്നാൽ അത് നമുക്ക് ആപത്താണ്. എനിക്ക് മാത്രമോ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികൾക്കും ന്യൂനപക്ഷ മതവിശ്വാസികൾക്കും എല്ലാം അത് ദോഷമാണ്. കാരണം സംഘപരിവാറിന് വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനാണ് ഇവൻ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വാക്കുകൾ ക്ഷോഭത്തിലേക്ക് എത്തും. അങ്ങനെ സംഭവിക്കുന്നതാണ്. എന്തായാലും ഇന്ന് ഞാനത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. ഇന്നലെ ഇവന്റെ 4 കുത്തിത്തിരിപ്പുകളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ഇവന്റെ 5ാമത്തെ കുത്തിത്തിരിപ്പ് ഒന്ന് കേൾക്കാം. അഞ്ചാമത്തത്, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകളേക്കാൾ മെച്ചപ്പെട്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസത്തെ ആ വിഷയത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ആ വിഷയത്തിൽ വേർതിരിക്കാവുന്ന എന്താണുള്ളത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ലാതെ എന്ന് മാത്രമല്ല, പലപ്പോഴും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലക്കും ഒരു മതസമൂഹം എന്നുള്ള നിലക്കും അവരെ ബാധിക്കുന്ന പല വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ചിന്തിക്കുക. കേട്ടല്ലോ. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു വെക്കുകയാണ്. നമുക്കറിയാം, ഈ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2-3 വർഷത്തിന് അകത്താണ്. ആ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. എന്ത് സംഭവിച്ചാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടികളും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും ആവർത്തിച്ചു പറഞ്ഞു. അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. സംഘപരിവാർ അനുകൂല ചിന്തകൾ മനസ്സിലിട്ട് നടക്കുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈയോടെ നിലവിളക്ക് കൊളുത്തിയ, ഇന്നല്ലെങ്കിൽ നാളെ RSSലേക്ക് ചാടാൻ നിൽക്കുന്ന, കോൺഗ്രസിന്റെ കതറിട്ട, BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന VD സതീശൻ സവർക്കർ അന്നൊരു പ്രസ്താവന നടത്തി. നിനക്ക് മറുപടി ഞാൻ തരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ആ വീഡിയോ ഒന്നിട്ട് കേൾപ്പിക്കുകയാണ്. ഇബിലീസിന്റെ ചിന്താഗതിയും മനുഷ്യന്റെ രൂപവുമായിട്ട് നടക്കുന്ന, തലയിൽ തൊപ്പി വെച്ച ഇബിലീസെ, നീ അതൊന്ന് കേൾക്കണം, എന്നിട്ട് നിനക്കുള്ള മറുപടി ഞാൻ തരാം. നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയല്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് അങ്ങനെ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. ഇവരെന്തിനെ പറഞ്ഞ കറക്റ്റ് അല്ലേ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്? പൗരത്വ നിയമം സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധകമല്ലേ? മാത്രമല്ല, പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റിനത്? നടപ്പാക്കില്ല എന്ന് പറയാം. എന്താണ് VD സതീശൻ പറഞ്ഞത്? കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ അതൊരു സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കലാണെന്നും. സതീശനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ താരകന്റെ പെണ്ണിന്റെ കൂടെ കടന്നും താരകന്റെ കൂടെ കള്ളം കുടിച്ച് നടന്ന സതീശ, നിനക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രം അറിയില്ലായിരിക്കാം. പല സമരങ്ങളും പലതും സമരം ചെയ്തു തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. പല നിയമങ്ങളും സമരം ചെയ്തു തന്നെയാണ് പിൻവലിച്ചിട്ടുള്ളത്. അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഇവനോട് പറയാനുള്ളത്, അന്ന് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്രം കൊണ്ടുവരുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ, നിനക്ക് എച്ചിലിട്ട് തരുന്ന പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് മന്ത്രിസഭയിലുള്ള സമയത്തായിരുന്നുവെങ്കിൽ കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമായിരുന്നു. കാരണം അസമിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കണം. നീ പത്രം വായിക്കുന്നവനാണെങ്കിൽ നീ അവിടുത്തെ വാർത്തകളൊന്ന് നോക്കണം. UPയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കണം. ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കണം. ഇന്ത്യയിലെ തമിഴ്നാടും കേരളവും കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ക്രൈസ്തവ സഹോദരങ്ങളുടെ, ന്യൂനപക്ഷ സഹോദരങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് നീ പഠിക്കണം. നീ തലയിൽ തൊപ്പിയുമിട്ട് കള്ളത്താടിയും വെച്ച് സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങി ഇസ്ലാം മതത്തെ വിറ്റിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെയുള്ള ചെറ്റത്രം പറയുമ്പോൾ നീ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന, ഏണി വഴി സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന മണ്ട ശിരോമണികൾ ഉണ്ടാവും. എല്ലാ മുസ്ലിങ്ങളെയും നിനക്കതിന് കിട്ടത്തില്ല. അന്ന് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്, സഖാക്കളാണ്. അതിനെ അനുകൂലിച്ച് സംസാരിച്ചത് നീ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും ലീഗുമായിരുന്നു. അന്ന് ലീഗ് ചെയ്തതെന്താ? ആ ഫോം പൂരിപ്പിക്കാനുള്ള അപേക്ഷാ ഫോറം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൺമുമ്പിലുള്ളപ്പോഴാണ് നീ ഇതുപോലെയുള്ള തന്തയില്ലായ്മ പറയുന്നതെന്ന് തലയിൽ തൊപ്പി വെച്ച, കള്ളത്താടി വെച്ച ഈനാമ്പേച്ചി ഓർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അവന്റെ അടുത്ത കുത്തിത്തിരിപ്പൊന്ന് കേൾക്കാം. ആറാമത്തത്, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എങ്കിൽ
മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടത് അവരാണല്ലോ യഥാർത്ഥത്തിൽ. എന്നാൽ മുസ്ലിം ലീഗിനെക്കുറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം എന്താണ്? പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനമായി, മതമൗലികവാദ പ്രസ്ഥാനമായി ലീഗിനെ അവരുടെ പ്രഭാഷകന്മാർ ചിത്രീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറത്തെ സംബന്ധിച്ചുള്ള CPM-ൻ്റെ അഭിപ്രായം എന്താണ്? അവരിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? നമുക്ക് കാണാൻ സാധിക്കുന്നതാണത്. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം നടത്തപ്പെടുന്ന സമരങ്ങളിൽ ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനങ്ങളോ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആണ് ഉള്ളതെങ്കിൽ അത്തരം സമരങ്ങളെപ്പോലും തീവ്രവാദികളുടെ, മതമൗലവാദികളുടെ സമരങ്ങളായിട്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ന്യൂസുകൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതപ്രസ്ഥാനങ്ങളോടുമുള്ള CPM-ൻ്റെ നിലപാട്, അല്ലെങ്കിൽ അവരിൽ ചിലരുടെയെങ്കിലും നിലപാട് ഇതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇവൻ ഈ 22 മിനിറ്റ് സംസാരിച്ചത് ഈ കാര്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അവൻ ചോദിച്ച ചോദ്യം എന്താണ്? മുനാഫിക് ലീഗിനെ കുറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം എന്താണ്? അവൻ പറയുന്നത് മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള CPM-ന്റെ സമീപനം എന്താണെന്നാണ്. മുഖ്യധാര മുസ്ലിം സംഘടനകളോട് പ്രത്യേകിച്ച് ഒരു വിരോധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, സഖാക്കൾക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികളായ സഖാക്കൾക്ക് ഒട്ടുമില്ല. പക്ഷേ സംഘപരിവാറിന്റെ ആസനം കഴുകി കുടിച്ച് അതിന്റെ ചിലവിൽ കഴിയുന്ന പാണക്കാട് നേതൃത്വം കൊടുക്കുന്ന മുനാഫിക് ലീഗ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടണ്ട, ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലയിലാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് പറയാണ്, നീ ഇത്രയും നേരം സംസാരിച്ചതും ഇനി സംസാരിക്കാൻ പോണതും മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ മുനാഫിക് ലീഗിനും പാണക്കാട് കുടുംബത്തിനും പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിന്റെ ഈ ഒരു, അതായത് നിന്റെ 6ാമത്തെ കുത്തിത്തിരിപ്പ് മാത്രം മതി. അതുകൊണ്ട് ഈ ഇബ്ലീസിനോട് പറയാനുള്ളത്, മുനാഫിക് ലീഗ് തീവ്രവാദ പാർട്ടി തന്നെയാണ്. മുനാഫിക്കിലുള്ളത് തീവ്രവാദികൾ തന്നെയാണ്. കാരണം അമുസ്ലിമായ ഷൺമുഖന് വോട്ട് കൊടുക്കരുതെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ് ലീഗുകാർ. അങ്ങനെയുള്ളവരെ വർഗീയവാദികളെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരെ മുസ്ലിം മത സമുദായമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. 1000 പള്ളിയുടെ കാലിയായിട്ടിരുന്നിട്ട് സകല തെമ്മാടിത്തരങ്ങളും കാണിക്കുന്നവരെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? അവരെ മുനാഫിക് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടേ കാണാൻ പറ്റൂ. ഇതും കേരളത്തിലെ ഒട്ടുമിക്ക, അതായത് ഈ കോഴിക്കോട്, ഈ മലപ്പുറം, കണ്ണൂർ, വയനാട് ഭാഗത്തുള്ള കുറെ അന്ധമായി മതവിശ്വാസം കൊണ്ട് നടക്കുന്നവർ, ഇന്ന് വരെ നേരം വെളുക്കാത്തവർക്ക് നിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങളൊക്കെ നിന്റെ വാക്കുകളെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. അത് മാത്രം നീ ഓർത്താൽ മതി. നിന്റെ ഈ കുത്തിത്തിരിപ്പൊന്നും യഥാർത്ഥ മുസ്ലിം മത വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കയറി പോവില്ല. ഈ ചെവി കൂടെ കെട്ട് ഈ ചെവി കൂടെ കളയത്തേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച, എടുത്തിട്ടുള്ള ഒരുപാട് നല്ല തീരുമാനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം നിനക്ക്. ഓക്കെ, ഇനി നമുക്ക് അവന്റെ അടുത്ത കുത്തിത്തിരിപ്പിലോട്ട് കിടക്കാം. 7ാമത്തത്, മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും മതപ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാൻ പക്ഷേ CPM ധൃതി കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളതും രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നും മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കലാണ് അതിൻ്റെ ലക്ഷ്യമെന്നും മുസ്ലിമീങ്ങളെ തന്നെ ആ നിലക്ക് ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യമെന്നുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകന്മാരായ ആളുകൾ പറയുന്നത് ഈ ഉള്ളവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. ഇത് എൻ്റെ നിരീക്ഷണമാണ്, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ ചിന്തിക്കുക. ഈ പറഞ്ഞതിന് പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. AP ഉസ്താദിനുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ആ ഒരു കൂടിച്ചേരലും ആ ഒരു സ്നേഹബന്ധത്തിനെയും വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പാണ് ഈ ഇബ്ലീസ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അത് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എടുത്ത തീരുമാനങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ഇവൻ നോക്കിയത്. ഇവൻ നോക്കുമ്പോൾ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, സകല തീവ്രവാദി പാർട്ടികളെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷം നല്ല കരുത്തോടെ തന്നെ പറഞ്ഞത് ഇവന്മാർക്കൊക്കെ നല്ലതുപോലെ പൊള്ളലേൽപ്പിച്ചത് കൊണ്ടിട്ടാണ് ആ കാര്യം ഇവൻ പറഞ്ഞത്. അപ്പൊ നിന്നോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ നിന്നെ പോലെയുള്ള ഈ കുത്തിത്തിരിപ്പുകളെയും ഇബിലീസുകളെയൊക്കെ അടങ്ങുന്ന മുജാഹിദ്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ പറയുന്ന വെൽഫെയർ പാർട്ടി, ഇതുപോലെയുള്ള സകല തീവ്രവാദികളെയും വർഗീയവാദികളെയും ഞങ്ങൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് നിന്റെയൊന്നും ഒരാവശ്യവും ഇല്ല. നിന്നെയൊക്കെ കൂട്ടുപിടിച്ചാൽ കേരളത്തിന്റെ മതേതരത്വം തകർന്നു പോകുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ നിന്നെയൊക്കെ കൂട്ടുപിടിക്കുന്ന ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നീ നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നീ പറഞ്ഞതുപോലെ ഞങ്ങൾ പത്രം വായിക്കുന്നവരും വാർത്ത കേൾക്കുന്നവരുമാണ്. ഓക്കെ, ഇനി നമുക്ക് അവന്റെ അടുത്ത കുത്തിത്തിരിപ്പ് കേൾക്കാം. 8ാമത്തത്, മുസ്ലിമീങ്ങളുടെ മതസത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള എത്രയെത്ര തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ നാട് ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വഖഫ് നിയമനം, മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം, ജെൻഡർ ന്യൂട്രാലിറ്റി, ഏറ്റവും ലേറ്റസ്റ്റായി സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം എന്നുള്ള നിലക്ക് മുസ്ലിമീങ്ങൾക്ക് അത്തരം വിഷയത്തിലുള്ള അവരുടെ കൺസേണുകൾ അവർ പറയുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കുവാനും CPM ചായവുള്ള ചാനൽ അവതാരകരും CPM-ന്റെ ആളുകളും ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് നിത്യേന ദിനംപ്രതി നമ്മൾ കാണുന്നതാണ്. എവിടെ എത്തി നിൽക്കുന്നു? വഖഫ് നിയമനം, മദ്രസ
വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇത് സൂംബ ഡാൻസ്. ഇപ്പം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന്. കാരണം വഖഫ് നിയമത്തിന്റെ ഭേദഗതി കൊണ്ട് വന്നപ്പോൾ പാണക്കാട്ടുള്ളവന്മാർക്കൊന്നും കൈയിട്ട് വരാൻ പറ്റുന്നില്ല. ഭരണവും ഇല്ല, വഖഫിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളിൽ തീരുമാനം എടുക്കാനും കഴിയുന്നില്ല, കൈയിട്ട് വരാനും പറ്റുന്നില്ല. മുസ്ലിം മതവിശ്വാസികൾ അള്ളാഹുവിനെ ഭയന്ന് കൊടുക്കുന്ന പൈസയിൽ നിന്നും കൈയിട്ട് വാരി AC റൂമിലിരുന്ന് മൂരി ബിരിയാണി കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ നിന്റെ അടുത്ത് പറയാനുള്ളത്, മദ്രസ അധ്യാപകന്മാർക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഇന്ത്യക്കകത്ത് പെൻഷൻ കൊണ്ടുവന്നത് VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലായിരുന്നു. അന്ന് അതിൽ പലിശ പൈസയുണ്ട്, കള്ള് കച്ചവടം ചെയ്യുന്ന പൈസയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് സകല ബാങ്കുകളുടെയും ഭരണം കൈയാളി പലിശ തിന്നുന്ന നിന്റെ ഈ പറയുന്ന പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാക്കൾ എതിർത്തതാണ്. അന്ന് മദ്രസ അധ്യാപകർ അതിനെ കൈയോടെ മനസ്സോടുകൂടി കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നീ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പാണക്കാട് കുടുംബവും ലീഗുമാണെന്നുള്ള സത്യം നീ മറന്നാലും കേരളത്തിലെ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികളായ ഞങ്ങൾ മറക്കത്തില്ല. അപ്പോൾ നിന്റെ കുത്തിത്തിരിപ്പുണ്ടോന്ന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതുപോലെയുള്ള കള്ളത്താടി വെച്ച കള്ളത്തൊപ്പി വെച്ച ഈ മരപ്പട്ടികളോട് ഒരു ദയം ഉണ്ടാക്കരുത്. പറഞ്ഞു, ഈ മരപ്പട്ടി എന്ന് വിളിക്കുന്നതോ ഈ ഈനാമ്പേച്ചി എന്ന് വിളിക്കുന്നതോ ഒന്നും ഒരു തെറിയല്ല. അതൊന്നും സ്ത്രീകളും കുട്ടികളും കേട്ടെന്ന് കരുതി ഒരു കുഴപ്പമില്ല. കാരണം സ്ത്രീകളും കുട്ടികളും മുസ്ലിം മത വിശ്വാസികളും മതേതര വിശ്വാസികളും മനസ്സിലാക്കണം, ഇവൻ നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തെ സംഘപരിവാറിന് വേണ്ടി കച്ചവടം ചെയ്യുകയാണ്. പാണക്കാട് കുടുംബത്തിന് വേണ്ടി, ലീഗിന് വേണ്ടി സംഘപരിവാറിന്റെ മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ്. അത് നമ്മൾ ഓരോ മതവിശ്വാസികളും മനസ്സിലാക്കണം. കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും പിന്നെ അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ UP-യിലോട്ടും ഗുജറാത്തിലോട്ടും ആസാമിലോട്ടും ചണ്ഡീഗഡിലോട്ടും ജാർഖണ്ഡിലോട്ടും ഒക്കെ ഒന്ന് പോകണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിന്റെയും ക്രൈസ്തവ സമുദായത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാവും ഈ ഇബിലീസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന്. എന്തായാലും ഞാൻ വീഡിയോ ദൈർഘിപ്പിക്കുന്നില്ല. ബാക്കി ഇനിയും ഉണ്ട് ഒരു 3-4 കുത്തിത്തിരിപ്പുകൾ. അതിന്റെ മറുപടിയുമായിട്ട് ഇൻഷാ അള്ളാഹ് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.